പറഞ്ഞാട്ടെ. ദേശാഭിമാനി പറയണ്ട, മറ്റേ അറിയില്ല, പ്രചാരം കുറവായതുകൊണ്ട് അറിയുന്നില്ല. എന്നൊക്കെ നിങ്ങൾ അറിയുന്നതല്ലേ. അദ്ദേഹം ഇപ്പോൾ BJP ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് പറയാൻ വേണ്ടിയിട്ടാണ്, വേറെ അയാളെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ല. അദ്ദേഹം ഇപ്പോഴും BJPയിലേക്ക് പോയിരിക്കുകയാണ്. മനസ്സിലായല്ലേ? മോഹനവർമ്മ, കറക്റ്റ്. അപ്പോൾ അദ്ദേഹം BJP ചേർന്നു. എന്നിട്ടാണ് CPIM ലിങ്ക് ഉണ്ടാക്കിയതിനെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാളുള്ള പ്രചാര വേലയാണ്. പ്രായം ഉണ്ടാക്കി ചേരാന്നാ? പ്രായം വരുമ്പോഴാണോ BJP ചേരേണ്ടത്? അപ്പോൾ UDFന്റെ വലിയ പരാജയം സത്യം പറഞ്ഞാൽ മൂടി വെക്കാൻ വേണ്ടി കോൺഗ്രസ് എടുത്തു വച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഇത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ വീക്ഷണത്തിന്റെ പത്രാധിപരായിരുന്ന മോഹനവർമ്മ BJPയിലേക്ക് പോയ ദിവസം തന്നെയാണ് VD സതീശൻ CPMവുമായി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡീലുണ്ടാക്കാൻ RSS നേതാവിനെ കണ്ടു എന്ന കള്ള പ്രചാരവേല നടത്തിയിട്ടുള്ളത്. അത് തികച്ചും തെറ്റായ പ്രസ്താവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാ തരത്തിലും BJPയുമായിട്ട് ബന്ധമുണ്ടാക്കിയവരാണ് നിങ്ങൾ. 218 CPIM പ്രവർത്തകരാണ് RSSന്റെ കൊലക്കത്തിക്കിരയായിട്ടുള്ളത്. കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ 18 CPIM പ്രവർത്തകരെയാണ് RSS കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ രീതിയിൽ ഞങ്ങൾ നിരന്തരമായിട്ട് ആശയരംഗത്ത് മാത്രമല്ല കായികമായി ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് RSSന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമ സമരം രാഷ്ട്രീയ സമരമാക്കി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് K. സുധാകരനാണ്. K. സുധാകരന്റെ പ്രസ്താവന ഇന്ന് പത്രത്തിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന തെറ്റായ സമീപനങ്ങൾ മറ്റൊരു ദൃഷ്ടാന്തമാണ്. ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എത്ര പോലീസിനെ ആക്രമിക്കുന്ന നിലപാടുണ്ടായാലും അതെല്ലാം പോലീസ് അതിക്രമമാക്കി രൂപപ്പെടുത്താനുള്ള ശ്രമം UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ മാധ്യമങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ടുള്ള RSSന്റെ അക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളെ പാർട്ടി പ്രതിരോധിച്ചിട്ടുണ്ട്. അത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ്. ആ പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ തരത്തിലുള്ള കടന്നാക്രമങ്ങളെയും രാഷ്ട്രീയമായിട്ട് തന്നെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. ഏത് പരിശോധിക്കുന്നില്ല? ഇല്ല, പരാതി നൽകിയില്ല. അല്ല, എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതി തന്നിട്ടില്ല. പറയുമ്പോഴും TV-യിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. TV-യിൽ പറയുമ്പോഴും പറയുന്ന രീതിയിൽ വൈകായിട്ട് പറയുകയല്ലാതെ കോൺക്രീറ്റായിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലൊന്നും പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതെ, അല്ലല്ല, അത് ഞങ്ങൾ പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും. ഇപ്പോഴും അമ്മാതിരിയുള്ള ഒരു പരാതി ഉണ്ടായിട്ടില്ല. ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതാണ് ഞങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്തൊക്കെയാ ഉയർന്നു വന്നത്? വഴിവിട്ട് വന്നത് അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമല്ലോ. അതായത് അവരുമായി ബന്ധപ്പെട്ടതും അവരുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പൊളിറ്റിക്കലായിട്ട് ശശിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടേയില്ല. അതുകൊണ്ട് ശശിയെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ ഇപ്പം നമ്മുടെ മുമ്പിൽ യാതൊരു കാര്യവും ഇല്ല. ഇല്ല, പരാതിയിൽ എവിടെയും അല്ലല്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതെല്ലാം ഒന്ന് തന്നെയാണ്. അതിപ്പോ ജയരാജന്റെ നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ലല്ലോ. നമ്മൾ നടപടിയെടുത്തിട്ടില്ല ജയരാജന്റെ പേരിൽ. ജയരാജന്റെ അല്ല, ജയരാജന്റെ പേരിൽ ഒരു സംഘടന നടപടി എടുത്തിട്ടില്ലല്ലോ.
ഇപ്പോഴും ഇല്ല. അയാൾ സെൻട്രൽ കമ്മിറ്റി അംഗമാണ് പാർട്ടി സംഘടനാപരമായിട്ട്. അത് അന്നും അതെ ഇന്നും അതെ, അതിലൊന്നും ഒരു മാറ്റമില്ല. ഓ ഉറപ്പല്ലേ, ഒരു സംശയമില്ല. അല്ലല്ല, അല്ലെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതിനെ പറ്റിയല്ല, അല്ലെങ്കിൽ നിയമനത്തെ പറ്റിയല്ലല്ലോ അന്വേഷിക്കാൻ പോകുന്നത്. അവിടെ നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനാണ് ഇപ്പോഴും ഗവൺമെന്റ് തുറന്ന മനസ്സോടുകൂടി തീരുമാനിച്ചത്. അതിൽ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ SP സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ വേണമെന്നുള്ളത് ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് തരും മുമ്പോട്ടേക്ക്. എന്ത് നീതീകരിക്കാൻ പറ്റാതെ? അല്ല, അദ്ദേഹമല്ലല്ലോ അന്വേഷിക്കുന്നത്. അന്വേഷിക്കുന്നത് ആരാ? DGP ആണ്. DGPയുടെ ടീമാണ്. പേര് മാത്രമാണ്. അല്ല, അയാളല്ലോ അന്വേഷിക്കുന്നത്. ഗവൺമെന്റ് തീരുമാനിച്ച ടീമാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് അയാളെയും കൂടി മാറ്റി നിർത്തുക എന്നുള്ള തീരുമാനം വന്നാലാണ് നിങ്ങൾക്ക് തൃപ്തിയാകുമെങ്കിൽ അങ്ങനെ ആ തൃപ്തിക്ക് വേണ്ടി പറയാൻ ഞാനില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഗവൺമെന്റ് രാജിവെക്കണം എന്നുള്ള മുദ്രാവാക്യം രാഷ്ട്രീയമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത്. നിങ്ങൾ ഇവിടെ രാജിവെക്കേണ്ടതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് അമ്മാതിരി വാർത്താരത്തിനൊന്നും കിടക്കണ്ട. അത് നമുക്ക് അറിയിക്കാം. അന്വേഷണം വരട്ടെ. ഒരു മാസം എന്തിനാ ഇത്ര വെപ്രാളം? ഒരു മാസം കൊണ്ട് കാര്യം തീരൂലേ? ഒരു മാസത്തെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വരുന്ന അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അയാൾ എന്താണ് വേണ്ടത് നമുക്ക് തീരുമാനിക്കാനുള്ള സൗകര്യം വരില്ലേ? അതിലെന്താ പ്രശ്നം?